15 പഞ്ചസാരയുടെ മധുരം. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. ഇക്കാലമത്രയും ചെയ്ത തപസ്സിന്റെ ഫലം, അതാണ് സായി ദർശനം. പ്രിയ സ്വജനങ്ങളെ, പ്രേമഭക്തിയോടുകൂടി സായിചരിതം കേൾക്കാൻ ഞാൻ വിനയപൂർവം സുഹൃതികളായ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തള്ളപ്പൂച്ച കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും, അതിനുശേഷം പുറത്തുപോകും. ചില സമയം അവൾ പെട്ടെന്ന് തിരിച്ചുവരും. പാലുകുടിച്ച് വയറു നിറഞ്ഞിരിക്കുകയാണെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടാലുടൻ ഓടിവരികയായി, പാലുകുടിക്കാൻ തത്രപ്പെടുകയായി. ക്ഷീണിതയായ അമ്മ മുറളും. കുഞ്ഞുങ്ങൾ ഭയന്ന് തെല്ലുമാറി നിൽക്കും. പിന്നെ അമ്മ ചെരിഞ്ഞുകിടക്കും. അവൾ തെല്ലു ശാന്തയായി എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുമ്പോൾ അവറ്റകൾ വീണ്ടും അമ്മയ്ക്കു ചുറ്റും ഓട്ടി നടക്കും. തട്ടിയും മുട്ടിയും കളിക്കും. അരുമക്കുഞ്ഞുങ്ങളുടെ സ്പർശനാനുഭൂതിയിൽ ക്ഷീണമറിയാതെ അവൾ കിടക്കും. അതിനിടയിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ സൂത്രത്തിൽ മുലകുടിക്കാൻ തുടങ്ങുകയായി. അമ്മ എല്ലാ വേദനയും ക്ഷീണവും മറന്ന് പൊന്നോമനകളുടെ ആനന്ദത്തിനായി അനങ്ങാതെ കിടക്കും. ഇടയ്ക്കിടയ്ക്ക് അവരെ പ്രേമപൂർവം കാലുകൾ കൊണ്ട് തലോടും. ഇതുപോലെ സായിതൃപാദത്തോടുള്ള ഏകാന്തഭക്തിയും പ്രേമവും കൂടുന്തോറും സായിനാഥൻ ഭക്തനോട് കൂടുതൽ കൂടുതൽ അടുക്കും. സായിഹൃദയം ഇളകിമറിയും, ആനന്ദധാര ചുരത്തും. ഒരിക്കൽ താനെയിലെ കൗബീനേശ്വര ക്ഷേത്ര സമീപം ഭക്തജനങ്ങൾ ദാസഗനുവിന്റെ കീർത്തനവും ഹരികഥയും സംഘടിപ്പിച്ചു. ദാസഗനു തന്റെ ജീവിതം സായിചരിതം പാടാനായി ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ്. ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം പരിപാടികൾക്ക് ചെല്ലുക. ഒരു ധോത്തി ധരിക്കും, അതുമാത്രം. മറ്റൊരു വേഷവുമില്ല. പിന്നെ സായീശ്വരന്റെ അമൃതകഥകൾ മധുരമായി പാടുകയായി. അതു കേൾക്കാൻ എന്തൊരു ആവേശവും തിരക്കുമായിരുന്നുവെന്നോ ജനങ്ങൾക്ക്. ദാസഗനുവിന്റെ ഈ വേഷത്തിനു പിന്നിലും സായിനാഥന്റെ ഇച്ഛയുണ്ടായിരുന്നു. ഒരിക്കൽ ദാസഗനു കീർത്തനം പാടാൻ പോകാനൊരുങ്ങി. നീണ്ട അങ്കിയും ധരിച്ച് ഉത്തരീയം തോളിലിട്ട് തലപ്പാവും കെട്ടി ദാസഗനു തയ്യാറായി. സായീശ്വരനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങാനായി ചെന്നപ്പോൾ വേഷം കണ്ട് അവിടുന്ന് ചോദിച്ചു, "കൊള്ളാമല്ലോ, മണവാളനെ പോലിരിക്കുന്നു. ഇത്രമാത്രം ഒരുങ്ങി എങ്ങോട്ടാണ് യാത്ര?" "ഞാൻ കീർത്തനം പാടാനൊരുങ്ങുകയാണ്," ദാസഗനു പറഞ്ഞു. "ഹരിനാമം കീർത്തിക്കാൻ എന്തിനീ അംഗവസ്ത്രം? ഉത്തരീയം, തലപ്പാവ്? ഈ വേഷം കെട്ടലൊക്കെ അഴിച്ചെറിയൂ. ഈ ഭാരമൊക്കെ നീ എന്തിനു ചുമക്കുന്നു?" അതിനുശേഷം കീർത്തനം പാടുമ്പോൾ ദാസഗനു ഇതൊന്നും ധരിച്ചിട്ടില്ല. വളരെ ലളിതമായ വേഷം. കയ്യിൽ ചിപ്ലാക്കട്ടയും കഴുത്തിലൊരു പൂമാലയും കാണും. ശ്രീനാരദ മഹർഷിയുടെ വേഷം ഇങ്ങനെയത്രേ. സായീശ്വരന്റെ കൃപയാൽ ദാസഗനു ഈഷിചരിതങ്ങളെഴുതി ഭക്തിപൂർവം സജ്ജനങ്ങളെ പാടിക്കേൾപ്പിച്ചു. ദാസഗനു, ചന്ദോർക്കർ ഇവരിലൂടെയാണ് സായീശ്വരൻ ബോംബെയിൽ പരിചിതനായത്. കൗബീനേശ്വര ക്ഷേത്രത്തിൽ സായി മഹിമ കേൾക്കാനായി സിവിൽ കോടതിയിലെ താനെ ഒരു ഗുമസ്തനുമുണ്ടായിരുന്നു. പേര് ചോൾക്കർ. സായി മഹിമ വർണ്ണിച്ചു കേട്ടപ്പോൾ ചോൾക്കറിന്റെ മനസ്സൊന്നു ഉലഞ്ഞു. ബാബയെ കണ്ടിട്ടില്ലെങ്കിലും ദാസഗനുവിന്റെ കീർത്തനം ചോൾക്കറിനെ ബാബ ഭക്തനാക്കി. അദ്ദേഹം മനസാ സായീശ്വരനെ വണങ്ങി. പിന്നീട് വളരെ വിനയപൂർവം പ്രാർത്ഥിച്ചു, "കരുണാവാരനിധേ ബാബ, ദരിദ്രനും നിസ്സഹായനുമായ ഇവനെ രക്ഷിക്കണേ. എനിക്ക് താങ്ങായി നിൽക്കണേ. സ്വാമി, ഞാനൊന്നുമില്ലാത്തവനാണ്. തുച്ഛമായ ശമ്പളം കൊണ്ട് വലിയ വീട് പുലർത്തേണ്ട പ്രാരാബ്ധമുള്ളവൻ. അവിടുത്തെ കൃപയാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസായി എന്റെ ജോലി സ്ഥിരപ്പെടണേ. അപ്പോൾ ഞാൻ തീർച്ചയായും ഷിർദിയിൽ വരാം. ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ഭക്തന്മാർക്ക് കൽക്കണ്ടും വിതരണം ചെയ്തുകൊള്ളാം." പ്രാർത്ഥന ഫലിച്ചു. ചോൾക്കർ പരീക്ഷയിൽ ജയിച്ചു. ജോലി സ്ഥിരപ്പെട്ടു. ഇനി പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ പ്രവർത്തിക്കണം. അതിന് ധനം വേണ്ടേ? ഒഴിഞ്ഞ കൈയുമായി എങ്ങനെ സായീശ്വരനെ കാണും? സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ വാഗ്ദാനം നിറവേറ്റാനും വൈകി. അതിന് പ്രായശ്ചിത്തമായി ചോൾക്കർ പഞ്ചസാര ഉപയോഗിക്കുന്നത് നിർത്തി. അങ്ങനെ ചെലവ് ചുരുക്കി യാത്രയ്ക്കുള്ള പണമുണ്ടാക്കാൻ ശ്രമം തുടങ്ങി. ഒരാൾക്ക് നാന്ദിഘട്ടോ സഹ്യാദ്രി നിരകളോ കടക്കാൻ സാധിക്കും. പക്ഷെ ഗൃഹസ്ഥന് അതിലേറെ ദുഷ്കരമാണ് സ്വന്തം ഉമ്മറപ്പടി കടക്കാൻ. ഇങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ. ഏതായാലും ചോൾക്കർ കഴിയുന്ന രീതികളിലൊക്കെ പണം മിച്ചം വയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ തീവ്രമായ ആ ആഗ്രഹം സാധിച്ചു. അദ്ദേഹം ഷിർദിയിലെത്തി. സായീശ്വരനെ ദർശിച്ചു, നമസ്കരിച്ചു. പിന്നീട് കൽക്കണ്ടും വിതരണം ചെയ്തു. അങ്ങനെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ചോൾക്കർ ബാബയെ വന്ദിച്ച് ജോഗിനോടൊപ്പം പോകാൻ എഴുന്നേറ്റു. അപ്പോൾ സായീശ്വരൻ ജോഗിനോടായി പറഞ്ഞു, "നന്നായി പഞ്ചസാരയിട്ട് അവന് നിറച്ചു ചായ കൊടുക്കൂ." തന്നെ സംബന്ധിച്ചിടത്തോളം പരമരഹസ്യമായ ഈ വാക്കുകൾ ചോൾക്കാരൻ നിറമിഴികളോടെയാണ് കേട്ടത്. ഭക്തിപരവശനായി അദ്ദേഹം വീണ്ടും വീണ്ടും സായീശ്വരനെ നമസ്കരിച്ചു. ജോഗിന്റെ കാര്യമൊന്നും മനസ്സിലായില്ല.
ആര് എവിടെയിരുന്നാലും ഭക്തിപൂർവ്വം തന്നെ സ്മരിച്ചാൽ താനറിയുന്നു എന്ന കാര്യം ബാബ ഭക്തരെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല ചോൾക്കാരന്റെ ഭക്തിയെ അവിടുന്ന് അംഗീകരിച്ചു ദൃഢപ്പെടുത്തി. ഒരുവിന്റെ ഭക്തിയും വിശ്വാസവും എത്രയേറെ അചഞ്ചലമോ അവിടെ ഇരവുപകൽ അയാളുടെ പിന്നാലെ ഞാനുണ്ടാകും. താൻ ഇവിടെയാണെങ്കിലും 7 കടലുകൾക്കപ്പുറം നീ ചെയ്യുന്നതെന്തും ഞാനറിയും. ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ പോയാലും അവിടെയെല്ലാം ഞാനും നിന്നോടൊപ്പമുണ്ടാകും. നിന്റെ ഹൃദയമാണ് എന്റെ വാസസ്ഥലം. സമസ്ത ജീവിജാലങ്ങളിലും വസിക്കുന്നത് ഞാനെന്നറിയൂ. അങ്ങനെയുള്ള എന്നെ ആരാധിക്കൂ. എന്നെ നിന്നിൽ നിന്നും വേറിട്ടവനായി കാണരുത്. ഞാനും നീയും ഒന്നെന്നറിയുന്നവൻ മഹാഭാഗ്യവാൻ. ഇങ്ങനെ ചോൾക്കാരിലൂടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുകയായിരുന്നു സായീശ്വരൻ. സായീശ്വരന്റെ അന്തര്യാമിത്വം വ്യക്തമാക്കുന്ന മറ്റൊരു ലീല കേൾക്കൂ. സായീശ്വരൻ മസ്ജിദിലിരിക്കുന്ന സമയം. അപ്പോൾ ഒരു പല്ലി ചിലയ്ക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ടൊരു ഭക്തൻ ചോദിച്ചു, ബാബ പല്ലി ചിലച്ചത് കേട്ടില്ലേ? എന്താണിതിനർത്ഥം? അത് നല്ല ശകുനമാണോ? ബാബ ഉടനെ പറഞ്ഞു, ആ പല്ലി വലിയ സന്തോഷത്തിലാണ്. അവളുടെ സഹോദരി ഔറംഗബാദിൽ നിന്നും വരുന്നുണ്ട്. കൂടപ്പിറപ്പിനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൾ ചിലച്ചതാണ്. ബാബയുടെ വാക്കുകളുടെ അർത്ഥം ഭക്തനോ മറ്റാർക്കുമോ മനസ്സിലായില്ല. ഗൗളിക്കെന്തു സഹോദരിയും മാതാപിതാക്കളും? ബാബ ഒരു തമാശ പറഞ്ഞുവെന്നേ ഭക്തന് തോന്നിയുള്ളൂ. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ ഒരാൾ കുതിരപ്പുറത്ത് അവിടെ എത്തി. അയാൾ ഔറംഗബാദിൽ നിന്നും വരികയാണത്രേ. സായീശ്വര ദർശനത്തിത്തു വന്നതാണ്. കുതിരയ്ക്ക് നല്ല വിശപ്പായി. അയാൾ മുദ്രസഞ്ചിയെടുത്തു. കുതിരയ്ക്ക് മുദ്ര നൽകിയ ശേഷം വീണ്ടും മുദ്ര നിറയ്ക്കാനായി സഞ്ചി ശക്തിയായി കുടഞ്ഞ് വൃത്തിയാക്കി. അപ്പോൾ ഒരു പല്ലി അതിൽ നിന്നും തെറിച്ചു വീണു. അവർ നോക്കി നിൽക്കെ പല്ലി ഓടിയകന്നു. പല്ലി ചിലച്ചതിന്റെ താൽപ്പര്യം ചോദിച്ച ഭക്തനോട് ബാബ പറഞ്ഞു, അവളെ സൂക്ഷിച്ചു നോക്കൂ, അത് അവളുടെ സഹോദരി തന്നെ. ഈ സമയം തെറിച്ചു വീണ പല്ലി മുന്നോട്ടു കുതിച്ചു. എല്ലാവരും കാൺകെ പല്ലി ചുമരിലേക്ക് കയറി. അവൾ മറ്റേ പല്ലിയെ കണ്ടു. രണ്ടുപേരും ശരീരങ്ങൾ തമ്മിൽ ഉരുമ്മി സ്നേഹം പ്രകടിപ്പിച്ചു. വാലുകൊണ്ട് തഴുകി, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അങ്ങനെ അവർ വട്ടത്തിലും കുറുകയും ഓടിക്കളിച്ച് ആനന്ദിക്കാൻ തുടങ്ങി. ഷിർദി എവിടെ? ഔറംഗബാദ് എവിടെ? എങ്ങനെ ഈ കുതിരസവാരിക്കാരൻ പൊടുന്നനെ എത്തി? ഈ പല്ലി എങ്ങനെ അയാളുടെ സഹയാത്രികയായി? ഇതേ സമയം മസ്ജിദിൽ ഈ ചോദ്യോത്തരം എങ്ങനെയുണ്ടായി? ഇതിലെല്ലാമുപരിയായി സായിനാഥ് എങ്ങനെ ഇവരുടെ കൂടിക്കാഴ്ചയറിഞ്ഞു? ഇതിനെല്ലാം എന്തുത്തരം നൽകാൻ? അതിനാർക്കാകും? അതുല്യമായൊരു സംഭവമല്ലേ ഇത്? ഈ പ്രപഞ്ചത്തിന്റെ മൂക്കും മൂലയും എന്തിന് ഒരു ചെറുചലനം പോലും സായിനാഥൻ അറിയുന്നു. ഭക്തന്മാരുടെ വിശ്വാസം ഉറപ്പിക്കാനായി അവിടുന്ന് താനാറെന്ന് വെളിപ്പെടുത്തിയതല്ലേ ഈ സംഭവം? ഈ അധ്യായം ആദരവോടെ നിത്യപാരായണം ചെയ്താൽ സകല തടസ്സങ്ങളിൽ നിന്നും രക്ഷനേടും, ക്ലേശങ്ങൾ അകലും. സായിതൃപാദങ്ങളിൽ ശിരസർപ്പിക്കുന്നവൻ തന്റെ രക്ഷകനെയും തന്റെ പാപകർമ്മഫലങ്ങളുടെ വിനാശകനെയും സായിയിൽ കണ്ടെത്തും. ഞാൻ സായിയിൽ പൂർണ്ണമായും ശരണാഗതിയടയുന്നു. കാരണം അവിടുന്ന് സംസാരസാഗരം സുരക്ഷിതമായി കടത്തിവിടും. 15-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.